റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി തിരോധാന കേസിൽ എങ്ങും എത്താതെ അന്വേഷണം. മാമിയെ കാണാതായിട്ട് 1000 ദിവസം പിന്നിട്ടു. നിരവധി പേരെയാണ് ഇതിനോടകം ചോദ്യം ചെയ്തത്. നിരവധി CCTV ക്യാമറകളും 37,000 ഫോൺ രേഖകളും പരിശോധിച്ചു. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ KV സന്തോഷ് ഈ മാസം 31-ന് വിരമിക്കുകയും ചെയ്യും. ശരത് SS വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്, എങ്ങനെയാണ് ഒരാൾ നിന്ന നിപ്പിൽ അപ്രത്യക്ഷനായി പോകുന്നത്? പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയയാൾ ഒരു ടൗണിൽ ഒരൊറ്റ CCTV ക്യാമറയുടെ പരിധിയിൽപ്പെടാതെ എങ്ങോട്ടെന്നില്ലാതെ കാണാതായി പോയി എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. പക്ഷെ 1000 ദിവസം പിന്നിട്ടിരിക്കുന്നു. മാധു, അത് തന്നെയാണ്. ഇപ്പോഴും സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുകയാണ്. എവിടേക്ക് മാമി പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്കും എത്തിയിട്ടില്ല. 2023 ഓഗസ്റ്റ് 21-നാണ് മാമി അവസാനമായി വീട്ടിൽ നിന്നിറങ്ങിയത്. പിന്നീട് അരയെടുത്തുപാലത്തെ CD ടവറിൽ നിന്ന് മാമി പുറത്തേക്ക് ഇറങ്ങിയതായി വിവരമുണ്ട്. അതിനുശേഷം അരയെടുത്തുപാലം മുതൽ തലക്കുളത്തൂർ വരെയുള്ള ടവർ ലൊക്കേഷനിൽ മാമിയുടെ മൊബൈൽ ഫോൺ സഞ്ചരിച്ചതായൊക്കെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ മാമി എവിടേക്ക് പോയതെന്ന് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. എന്തു സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. 37,000 ഫോൺ കോളുകൾ ഇതിനകം പരിശോധിച്ചിട്ടുണ്ട്. നിരവധി പേരെ ചോദ്യം ചെയ്തു. അതായത് പ്രത്യേക പട്ടിക തയ്യാറാക്കി മാമിയോട് വൈരാഗ്യമുള്ളവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പട്ടിക അടക്കം തയ്യാറാക്കിയിട്ടുള്ള ചോദ്യം ചെയ്യലടക്കം ഉണ്ടായിരുന്നു. ഒപ്പം നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചു. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ മാസം 31-ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ KV സന്തോഷ് കുമാർ തരത്തിൽ വിരമിക്കാനിരിക്കുകയാണ്. നിലവിൽ എങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് പോകും എന്നടക്കമുള്ള ആശങ്ക കുടുംബത്തിനും ഇതിന്റെ ആക്ഷൻ കമ്മിറ്റിക്കും അടക്കമുണ്ട്. എന്തായാലും മാമി തിരോധാന കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. പുതിയ സർക്കാർ വന്ന സാഹചര്യത്തിൽ പക്ഷേ അന്വേഷണം കാര്യക്ഷമമായി നടക്കുമെന്ന പ്രതീക്ഷ കുടുംബം പറയുന്നുമുണ്ട്. ശരത് SS വിവരങ്ങൾ നൽകിയത്. അന്വേഷണം